അവിയൽ സദ്യക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു വിഭവം. അല്ലാതെയും നമ്മളിത് ഉണ്ടാക്കാറുണ്ടല്ലേ. വിഷു ഒക്കെ അല്ലേ വരുന്നത്, നമുക്കൊരു വടക്കൻ കേരള സ്റ്റൈലിൽ ഒരു അവിയൽ ഉണ്ടാക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അവിയലിന് പച്ചക്കറികൾ എടുക്കുമ്പോൾ അതിൽ കട്ടി കൂടിയ വേവാൻ സമയമെടുക്കുന്ന വെജിറ്റബിൾസും ഉണ്ടാവും, കുറച്ച് വാട്ടറി ആയിട്ട് എളുപ്പത്തിൽ വേവുന്ന വെജിറ്റബിൾസും ഉണ്ടാവും. നമ്മളിവിടെ ആദ്യം വേവിച്ചെടുക്കുന്നത് കുറച്ച് വേവാൻ ബുദ്ധിമുട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കായ ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്, ചേന 100 ഗ്രാം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് അതും ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അവിയലിന് പച്ചക്കറികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ കൂടുതൽ എടുക്കാം, പക്ഷെ വെള്ള കൂടുതലുള്ള പച്ചക്കറികൾ അധികം എടുക്കാത്തതാണ് നല്ലത്. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിയൽ വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. അവിയലിന് കഷ്ണങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നീളത്തിലാണ് അരിയുക, ഏകദേശം 1.5 ഇഞ്ച് നീളത്തിൽ. എല്ലാ വെജിറ്റബിൾസും അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കും. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ പച്ചക്കായയും ചേനയും ഇതേ നീളത്തിൽ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കറ കളയാനും എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച് കളയാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പച്ചക്കായയുടെ തോല് കളഞ്ഞിട്ടില്ല. അവിയലിൽ നമ്മൾ പച്ചക്കായയുടെ തോല് കളയില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ അവിയൽ വെക്കുന്നത്. അതിനുവേണ്ടി പച്ചക്കായും ചേനയും ക്യാരറ്റും നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കുക, സോ ദാറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചേർത്ത വെജിറ്റബിൾസ് ഒരു പകുതി കുക്കാകുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ വെജിറ്റബിൾസ് എല്ലാം പകുതി കുക്കായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി തുറന്നിരുന്നു കേട്ടോ ഞാൻ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഓൺ ദ ഗോ പറയാം കേട്ടോ. ഞാനിവിടെ നീളം പയർ എടുത്തിട്ടുണ്ട്, ഒരു 75 ഗ്രാം, ഒരു 100 ഗ്രാം വരെ മാക്സിമം എടുക്കാം. മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് 100 ഗ്രാം. മുരിങ്ങക്കായ അവിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ്. ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു അവിയലിന് ആ ഒരു ടേസ്റ്റേ വരില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പടവല എടുക്കാം, ഒരു 75 ഗ്രാം മുതൽ 100 ഗ്രാം വരെ. ഞാനിങ്ങനെ വെയിറ്റ് റേഞ്ച് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആ ഒരു അളവിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളരിയും കൂടെ എടുത്തിട്ടുണ്ട്. 75 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു 100 ഗ്രാം വരെ അതും എടുക്കാം. അത് നല്ലോണം വാട്ടർ കണ്ടന്റുള്ള വെജിറ്റബിളാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയുമാണ്. ഇതിലേക്ക് എന്തിനാ മുളക് പൊടി ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ അവിയൽ ഒരു പെയിൽ യെല്ലോ കളർ, ഒരു വല്ലാത്തൊരു മഞ്ഞ കളറിലിരിക്കും. ഒരു കുറച്ച് നിറത്തിലൊരു വ്യത്യാസം വരുത്താനാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം എല്ലാ പച്ചക്കറി കഷ്ണങ്ങളിലേക്കും പെരണ്ട് വരുന്നത് പോലെ, കോട്ടായി വരുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരാനുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് തുറന്നാൽ മതി. പച്ചക്കറികൾ പെർഫെക്റ്റ് വേവാകുന്നവരെ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചിരകിയ തേങ്ങ ഒരു 1.5 കപ്പ്, ജീരകം ഒരു 1/4 ടീസ്പൂൺ, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 എണ്ണം, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. അരക്കിയല്ല, ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ. ഇങ്ങനെയാണ് സാധാരണ മലബാറിലേക്ക് അരപ്പ് ശരിയാക്കിയെടുക്കുക. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ, ഈ അരപ്പിൻ്റെ കൂടെ ഒരല്പം മഞ്ഞളും കൂടെ ചേർക്കും. അരപ്പിന് പെട്ടെന്ന് മഞ്ഞ കളറ് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പച്ചക്കറിയുടെ അടപ്പ് തുറന്നിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളം അല്പം കൂടി വറ്റാനുണ്ട്. പച്ചക്കറികളൊന്നും പാത്രത്തിൽ പറ്റി പിടിച്ചിട്ടില്ല.
ഈ വെള്ളം നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ അരപ്പൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനും സഹായിക്കും. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി പച്ചക്കറിയുടെ നടുവിലൊരു ക്യാവിറ്റി ഉണ്ടാക്കാം. ഒന്ന് പച്ചക്കറി സൈഡിലേക്ക് മാറ്റിയാൽ മതി. അതിനകത്തേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ പച്ചക്കറികൾ തേങ്ങയുടെ മേലേക്ക് വാരി പൊത്തി കൊടുക്കാം. തട്ടിപ്പൊത്തി വെക്കാന്ന് പറയും. ഇങ്ങനെ പച്ചക്കറികൾ കൊണ്ട് തേങ്ങ കവർ ചെയ്തിട്ട് ഒരു 30 മുതൽ 45 സെക്കൻഡ് വരെ അടച്ചു വെച്ച് ചെറു തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് തേങ്ങയുടെ അരപ്പ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. ഞാനൊരു 45 സെക്കൻഡ് നേരം വെച്ചിട്ട് അടപ്പ് തുറന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പൊ അവിയലിനകത്തുനിന്ന്, ആ പച്ചക്കറിയുടെയും അരപ്പിന്റെയും ഒക്കെ കൂടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിനൊരു ചെറിയൊരു പുളി രസം വരുത്താനും വേണ്ടി തൈര് ചേർത്ത് കൊടുക്കണ്ടേ. നമ്മളൊരു മീഡിയം പുളിയുള്ള തൈരാണ് നമ്മൾ ഇതിലേക്ക് നോർമലി ചേർത്ത് കൊടുക്കുക. പക്ഷെ എന്നാലും അവനവന്റെ ഇഷ്ടം. നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ചെറു തീയിലിരിക്കുമ്പോൾ തന്നെ 1 കപ്പ് മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. തീർന്നില്ല കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ലെവലപ്പ് ചെയ്യാനായിട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇല്ലാതെ അവിയൽ ഫിനിഷ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വടക്കൻ അവിയൽ ഇവിടെ റെഡിയാണ്. അവിയലിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് അതിനകത്ത് വോയിസും മ്യൂസിക്കും ഇല്ല. അതുകൊണ്ടാണ് ഇത് രണ്ടാമത് എനിക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.